ഇന്ന് തന്നെ അവന് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവന് അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്നാണ് അവൻ പറയുന്നത്. ഈ സെൻറ്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ആദ്യം നമുക്ക് ഈ സെൻറ്റൻസിനെ 3 ഭാഗമാക്കി തിരിക്കാം. ഒന്നാമത്തെ ഭാഗം, ഇന്ന് തന്നെ അവന് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, അല്ലെങ്കിൽ അവന് അവൻ്റെ ജോലി നഷ്ടപ്പെടും. മൂന്നാമത്തത്, അവൻ പറയുന്നു. ഇങ്ങനെ 3 ഭാഗമാക്കി തിരിക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ഭാഗവും ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ഇന്ന് തന്നെ അവന് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതുണ്ട് എന്ന ഭാഗം ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഇവിടെ അവൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അപ്പോൾ ആദ്യം ഹി എന്ന് എഴുതുക. ഇനി പോകേണ്ടതുണ്ട് എന്നാണ് അർത്ഥം കിട്ടേണ്ടത്. പോകുക എന്നുള്ളതിന് ഏതാ വാക്ക്? ഗോ. അപ്പോൾ ഗോ എന്ന് എഴുതുക. ഇനി പോകേണ്ടതുണ്ട് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഗോ എന്ന വാക്കിൻ്റെ തൊട്ടു മുമ്പിൽ ഹാസ് ടു എന്ന് ചേർക്കണം. ഹി ഹാസ് ടു ഗോ, അവന് പോകേണ്ടതുണ്ട്. ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരൊറ്റ ആളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹാസ് ടു എന്ന് ഉപയോഗിച്ചത്. ഇനി പ്ലൂരൽ ആണെങ്കിലോ ഹാവ് എന്നാണ് ചേർക്കേണ്ടത്. ഹാവ് ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹി ഹാസ് ടു ഗോ എന്ന് പറഞ്ഞാൽ അവന് പോകേണ്ടതുണ്ട്. എങ്ങോട്ട്? ബാംഗ്ലൂരിലേക്ക്. ടു ബാംഗ്ലൂർ. അപ്പോൾ ഇനി ഏതാണ് ബാക്കിയുള്ളത്? ഇന്ന്. ഇന്ന് എന്നുള്ളതിന് ടുഡേ. അപ്പോൾ ഈ ഭാഗം മുഴുവനായി. ഹി ഹാസ് ടു ഗോ ടു ബാംഗ്ലൂർ ടുഡേ. അവന് ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവന് അവൻ്റെ ജോലി നഷ്ടപ്പെടും. അല്ലെങ്കിൽ എന്നുള്ളതിന് ഏതാ വാക്ക്? ഓർ. അപ്പോൾ ഓർ എന്ന് ആദ്യം എഴുതുക. ഇനി ഇവിടെയും അവൻ എന്ന് തന്നെയാണ് സബ്ജക്റ്റ്. അപ്പോൾ ഹി എന്ന് എഴുതുക. ഇനി നഷ്ടപ്പെടുക എന്നുള്ളതിന് ഏതാ വാക്ക്? ലൂസ്. ഇനി നമുക്ക് നഷ്ടപ്പെടും എന്നാണ് അർത്ഥം കിട്ടേണ്ടത്, അല്ലേ? നഷ്ടപ്പെടും എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ലൂസ് എന്ന വാക്കിൻ്റെ തൊട്ടു മുമ്പിൽ വിൽ എന്ന ഒരു സഹായക ക്രിയ ചേർക്കണം. ഹി വിൽ ലൂസ്, അവന് നഷ്ടപ്പെടും. എന്ത്? അവൻ്റെ ജോലി. അവൻ്റെ എന്നുള്ളതിന് ഹിസ്, ജോലി എന്നുള്ളതിന് ജോബ്. ഹിസ് ജോബ്, അവൻ്റെ ജോലി. അല്ലെങ്കിൽ അവന് അവൻ്റെ ജോലി നഷ്ടപ്പെടും. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം നോക്കാം. അവൻ പറയുന്നു. അവൻ എന്നുള്ളതിന് ഹി. ഹി എന്ന് തന്നെയാണ് ഇവിടെയും സബ്ജക്റ്റ്. ഇനി പറയുക എന്നുള്ളതിന് ഏതാ വാക്ക്? സെ. സെ എന്ന് എഴുതുക. ഇനി ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് സെ എന്ന് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഒരു എസ് കൂടി ചേർക്കണം. സേസ്. ഹി സേസ്, അവൻ പറയുന്നു. ഇനി നമുക്ക് ഈ 3 ഭാഗം കൂടി ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ഇന്ന് തന്നെ അവന് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവന് അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്നാണ് അവൻ പറയുന്നത്. ഹി സേസ് ഹി ഹാസ് ടു ഗോ ടു ബാംഗ്ലൂർ ടുഡേ ഓർ ഹി വിൽ ലൂസ് ഹിസ് ജോബ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. നിങ്ങൾ അതിനെ ഒന്ന് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കാം. 1. നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ഈ ജോലി തീർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് പണം തരില്ല. 2. നീ നന്നായി പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നീ പരാജയപ്പെടും. 3. അവൻ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് അവൻ പറയുന്നത്. 4. നിന്റെ സഹോദരൻ എല്ലാ ദിവസവും ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവന് നന്നായി കളിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.